അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏടെയായിരുന്നു അപ്പൊ കുറച്ചു ദിവസം? നാദാപുരം കുറ്റ്യാടി ഭാഗത്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തരക്കേടില്ല. വരുന്ന വഴി കല്ലാച്ചിയിലൊന്ന് ഇറങ്ങി. അസുമയിലർക്കാണ് കണ്ടനങ്ങള്. തീരെ വയ്യാണ്ടായിനി. ഇന്നോ നാളെയോ ഒന്ന് പറഞ്ഞ് കിടക്ക. ഒരുപാട് കിടന്ന് വേദന തെറ്റിക്കാതെ ആ പാവത്തിന് പഠിച്ചോൻ അങ്ങ് നേരത്തെ വിളിച്ചാൽ മതിയായിരുന്നു. ഞാൻ മൂന്നാമത്തെ തവണ ഹജ്ജിന് പോകുമ്പോ മൊയിലാരായിരുന്നു കൂട്ട്. എന്തിനും നല്ല ഓറാറായിരുന്നു. അസുമയിലാർക്ക് ഈടെ കത്തീബായിരുന്ന കാലത്ത് സുബൈക്കും 10 സപ്പാൾ ഉണ്ടായിരുന്നു പള്ളിയിൽ. എന്നിട്ടെന്താ എല്ലാരും കൂടെ ഓടിക്കല്ലായിരുന്ന പാവത്തിന് അവസാനം. പള്ളിയിലെ കത്തീവ് അങ്ങാടിയിൽ ഇറങ്ങി ചെറുപ്പക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കാന്ന് പറഞ്ഞ പിന്നല്ല, കോയിറച്ചിയും ബിരിയാണിയും ഒറോട്ടിയും തിന്ന് പള്ളിയിൽ അടയിരിക്കലല്ലേ കത്തീബ് പണി. രാവിലെ എന്നെ ബെറുമേറ്റിൽ എന്നോട് നാക്കിൻ്റെ അടിക്കാൻ ഞമ്മളില്ല. അപ്പോ താനേന്ദ്രം ഗുളിയുണ്ടോ എൻ്റെ കയ്യില്? ഇന്നലെ രാത്രി മുഴുവൻ വയറ്റിനകത്ത് വായു കിടന്ന് കളിക്കുകയായിരുന്നു. കയ്യിലുള്ളത് തീർന്നു. പോരേല് കാണും, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ശരി. തടി ആവതില്ലാത്ത ഈ വയസ്സുകാലത്തും ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാനാ പാവത്തിന്റെ വിധി. അത്ര പുന്ന മോനൊരുത്തനില്ലേ? സത്താറ് വടകരയിൽ ഒരു പൊരയിലെ ഡ്രൈവർ ആയിരുന്നു ഓന്. ആ കുടുംബത്തിന് ഒരു പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ച് ഓരോനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഓനിപ്പോ ദുബായിലാ. ഏടിയായിട്ട് എന്താ കാര്യം? അബൂക്കാക്കും ഐസുത്താക്കും അതിനെ കൊണ്ടൊരു പൂച്ചേന്റെ ഉപകാരം കൂടിയില്ല. ഐസറിന് ചായക്കടപ്പോ വായനശാല പോലെയാ. എത്രയാ പത്രങ്ങള്. ഇന്നത്തെ കാലത്ത് ഒരു പത്രം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു 5 പത്തെണ്ണം വായിച്ചാൽ കുറച്ച് സത്യം അറിയാം. മാത്രമല്ല, ഇത്രയും പത്രം വെറുതെ വന്നിരുന്ന് എങ്ങനെയാ വായിക്കാന്ന് വിചാരിച്ച് നിങ്ങളെപ്പോലുള്ളവർ ഒരു ചായ കുടിച്ചാ അതെനിക്കൊരു കച്ചവടാവുമല്ലോ. അസറപ്പേ, അതിന്റെ സൗണ്ട് ഇത്തിരി കുറച്ച് വെച്ചേക്ക്. ഉസ്താദെ മോളിലുണ്ട്. അല്ല, ഉസ്താദ് എപ്പളാ വന്നേ? ഞാൻ സുബൈക്ക് ഇറങ്ങുമ്പോ കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു മൂപ്പര്. ഈ ഉസ്താദിനെന്താ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാല്? ആള് മോളിലുണ്ടല്ലോ, നിങ്ങൾ പോയി ചോദിക്കേ. അത് പടച്ചോനും ഉസ്താദും തമ്മിലുള്ള ഇടപാടാ. അതിൽ നിങ്ങൾ ഇടപെടണ്ട, അവരായിക്കോളും. ഇന്നലെ മട്ടന്നൂരിൽ നിന്നൊരു കൂട്ടർ വന്നിരുന്നു ഉസ്താദിനെ കാണാൻ. രാത്രി ഞാൻ പീടിയോ പൂട്ടുവോളം അവർ ഈ മുറ്റത്ത് നിപ്പുണ്ടായിരുന്നു. ഓരോ ഉസ്താദിനെ കണ്ടോ ആവോ. അല്ല, ഉസ്താദ് മുകളിലില്ലാണ്ടായാല് ഹൈദറിന്റെ കച്ചവടം പൂട്ടേണ്ടി വരുമോ? എന്റെ കച്ചവടം മാത്രം. ഉസ്താദ് മോളിലില്ലാണ്ടായ ഈ നാടിന്റെ തന്നെ കച്ചവടം പൂട്ടൂലേ? ഉസ്താദിന്റെ എത്ര കറാമത്തുകളാണ് നമ്മൾ കണ്ടേ. ബാർബർ പോക്കറിന്റെ മോളെ പെരാന്ത് മാറ്റിയില്ലേ? കാണാണ്ടായ ഉസ്മാന്റെ പുയ്യാപ്പിള ബോംബെയിലുണ്ടെന്ന് പറഞ്ഞത് ഉസ്താദല്ലേ? ഉസ്താദിന്റെ കൈനീട്ടത്തിന്റെ വില അറിയാലോ. ഉസ്താദ് കൊടുത്ത ചില്ലറയെന്ന മരക്കച്ചവടക്കാരൻ ജോൺസൺ മരമില്ലും ഇക്കാണുന്ന സ്വത്തുക്കളും ഉണ്ടാക്കിയത്. അസർപ്പ, എല്ലാവർക്കും ചായ എടുത്തു കൊടുക്ക്. ഞാനിത് ഉസ്താദിന് കൊടുത്തിട്ട് വരാം.